കാട്ടിലെ കഥകൾ. മുതലയും ഞണ്ടും വലിയ ചങ്ങാതിമാരായിരുന്നു. രണ്ടുപേരും ഒരേ പുഴയിലാണ് താമസിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുതല ചങ്ങാതിയായ ഞണ്ടിനോട് പറഞ്ഞു, ചങ്ങാതി, കുറേ നാളായി എനിക്കൊരു കുറുക്കൻ്റെ ഇറച്ചി കഴിക്കാൻ ഒരാഗ്രഹം. എൻ്റെ കൂട്ടത്തിലുള്ള മുതലകൾ പറയുന്നത് കുറുക്കൻ്റെ ഇറച്ചിക്ക് നല്ല രുചിയാണെന്നാണ്. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അതിനെന്താ, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. കൂട്ടുകാരൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് ഞണ്ട് ഏറ്റു. അതും പ്രകാരം ഞണ്ട് കാട്ടിലുള്ള ഒരു കുറുക്കനുമായി ചങ്ങാത്തത്തിലായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞണ്ട് കുറുക്കനോട് പറഞ്ഞു, ഞങ്ങളുടെ പുഴയിൽ ധാരാളം മീനുകളുണ്ട്. നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ അവയെ പിടിച്ചു തിന്നാൻ ഞാൻ നിന്നെ സഹായിക്കാം. മീനെന്ന് കേട്ടതും കുറുക്കൻ്റെ വായിൽ വെള്ളമൂറി. അവൻ ഉടനെ തന്നെ ഞണ്ടിൻ്റെ കൂടെ പുഴക്കരയിലേക്ക് തിരിച്ചു. പുഴക്കരയിലെത്തിയ ഞണ്ട് സൂത്രത്തിൽ കുറുക്കനോട് പുഴയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. പുഴയിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയ കുറുക്കൻ പെട്ടെന്ന് മുതലേ കണ്ട് ഭയന്ന് തിരിച്ചു കയറാൻ തുടങ്ങി. എന്തു പറ്റി കുറുക്കച്ചാ? ഞണ്ട് ചോദിച്ചു. കുറുക്കൻ വെള്ളത്തിൽ അനക്കമില്ലാതെ കിടക്കുന്ന മുതലേ കാണിച്ചു കൊടുത്തു. ഞണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ ചത്ത മുതലയോ? അതിനെ കണ്ടിട്ടാണോ നീ ഇങ്ങനെ പേടിക്കുന്നത്? കഷ്ടം. ഞണ്ട് പറഞ്ഞത് കേട്ട് കുറുക്കൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് സൂത്രശാലിയായ അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ ചത്ത മുതലുകൾ സാധാരണ വാലനക്കുമല്ലോ. ഈ മുതല വാലനക്കുന്നേയില്ല. ഇതു കേട്ട മണ്ടനായ മുതല കരുതി, താൻ അനങ്ങാതെ കിടന്നാൽ സംഗതി കുഴപ്പമായാലോ, കുറുക്കൻ പുഴയിലിറങ്ങാതെ സ്ഥലം വിട്ടാലോ. അതുകൊണ്ട് താൻ ചത്തു കിടക്കുകയാണെന്ന് കുറുക്കന് ബോധ്യപ്പെടാൻ അവൻ പതിയെ തൻ്റെ വാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടാൻ തുടങ്ങി. അത് മതിയല്ലോ, കുറുക്കന് മുതല ജീവനുള്ളതാണെന്നും തന്നെ പിടിച്ചു തിന്നാൻ കിടക്കുന്ന കിടപ്പാണെന്നും മനസ്സിലാക്കാൻ. അവൻ പറഞ്ഞു, എടാ മണ്ടൻ മുതലേ, നിന്റെ സൂത്രം നിന്റെ കയ്യിൽ വെച്ചാൽ മതി. എന്നെ തിന്നാമെന്നുള്ള നിന്റെ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കേട്ടോ. എടാ ചതിയൻ ഞണ്ടേ, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. അതും പറഞ്ഞ് കുറുക്കൻ സ്ഥലം വിട്ടു. ചതിയൻ ഞണ്ടും മണ്ടൻ മുതലേ ഇലുഭ്യരായി മുഖത്തോട് മുഖം നോക്കി നിന്നു.